നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ പരാതി നൽകിയ അതിജീവിതയുടെ ഐഡന്റിറ്റി പരസ്യപ്പെടുത്തിയെന്ന കേസിൽ കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യരുടെ മുൻകൂർ ജാമ്യാപേക്ഷ വീണ്ടും മാറ്റി. ഡിസംബർ 18-ലേക്കാണ് മാറ്റിവെച്ചത്. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുക. കേസിൽ 4ാം പ്രതിയാണ് സന്ദീപ് വാര്യർ. ഇരയുടെ ഐഡന്റിറ്റി മനഃപൂർവ്വം എവിടെയും വെളിപ്പെടുത്തിയിട്ടില്ല എന്നാണ് സന്ദീപ് വാര്യരുടെ വാദം. പരാതിക്കാരിയായ യുവതിയുടെ വിവാഹ സമയത്ത് എടുത്ത ആശംസാ പോസ്റ്റ് പലരും സോഷ്യൽ മീഡിയയിൽ കുത്തിപ്പൊക്കിയതാണെന്നും അതിജീവിതയെ അപമാനിക്കുന്ന പ്രവൃത്തി ചെയ്തിട്ടില്ലെന്നും സന്ദീപ് വാര്യർ ജാമ്യാപേക്ഷയിൽ പറയുന്നുണ്ട്. 1 വർഷം മുൻപ് പങ്കെടുത്ത കല്യാണത്തിന്റെ ഫോട്ടോ അന്ന് ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നുവെന്നും അത് പലരും ദുരുപയോഗം ചെയ്യുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതോടെ പിൻവലിച്ചുവെന്നും സന്ദീപ് വാര്യർ വിഷയത്തിൽ പ്രതികരിച്ചു. മനഃപൂർവ്വം ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയിട്ടില്ല. കേസ് രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നായിരുന്നു പ്രതികരണം. അതേസമയം അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ ജയിലിലായിരുന്ന രാഹുൽ ഈശ്വർ കഴിഞ്ഞ ദിവസം ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയിരുന്നു. ജയിലിന് പുറത്ത് കാത്തുനിന്ന മെൻസ് അസോസിയേഷൻ പ്രവർത്തകർ രാഹുലിനെ മാലയിട്ട് സ്വീകരിക്കുകയായിരുന്നു. രാഹുലിനെ ഇത്തരത്തിൽ പുറത്തിറങ്ങിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടെ വ്യാജ പരാതിയാണെന്നുള്ള ഒരു പ്രതികരണമൊക്കെ ഉയർന്നിരുന്നു. സ്വാമി അയ്യപ്പനെയും മഹാത്മാഗാന്ധിയെയും പരാമർശിച്ചുകൊണ്ടായിരുന്നു രാഹുൽ സംസാരിച്ചു തുടങ്ങിയത്. നോട്ടീസ് നൽകാതെയാണ് ഇത്തരത്തിൽ പോലീസ് തന്നെ അറസ്റ്റ് ചെയ്തത്. ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് പകരം രാഹുൽ വിഷയം പ്രചാരണമാക്കുവാനായിരുന്നു മുഖ്യമന്ത്രിയുടെ ശ്രമം. താൻ പുറത്തുണ്ടെങ്കിൽ ശക്തമായ ക്യാമ്പയിൻ നടത്തുമെന്ന് മുഖ്യമന്ത്രിക്ക് അറിയാം. താൻ പോരാടുന്നതും നിരാഹാരം കിടന്നതും മെൻസ് കമ്മീഷന് വേണ്ടിയാണ്. തന്നെ വ്യാജ പരാതിയിൽ അറസ്റ്റ് ചെയ്തതുപോലെ ആരെയും അറസ്റ്റ് ചെയ്യാവുന്നതല്ലേ എന്നും രാഹുൽ ചോദിക്കുന്നു. ഇതിനിടയിൽ കൂടുതൽ സംസാരിക്കുന്നതെന്നും രാഹുലിന്റെ ഭാര്യ ദീപ വിലക്കുന്നുണ്ടായിരുന്നു. അഭിഭാഷകനും വിലക്കിയെങ്കിലും രാഹുൽ പിന്മാറിയില്ല. പിന്നാലെ സത്യമില്ലാതെ ഈ രാജ്യം നിലനിൽക്കില്ലെന്നും ആർക്കും ആരെക്കുറിച്ചും കള്ളം പറയാമെന്ന് വെച്ചാൽ നമ്മളെ കുടുക്കാൻ വളരെ എളുപ്പമെന്നുമാണ് രാഹുൽ പറഞ്ഞു വെച്ചത്. തുടർന്ന് മകനെ മാധ്യമങ്ങൾക്ക് മുൻപിൽ നിർത്തി നാളെ ഇവരെ പോലുള്ള ആൺകുട്ടികൾ വളർന്നു വരുമ്പോൾ അവരെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്യരുത് എന്നും അതിനാണ് ഈ പോരാട്ടമെന്നും രാഹുൽ വ്യക്തമാക്കി. ഉമ്മൻചാണ്ടിക്ക് നീതി കിട്ടാത്ത ദിലീപിനും നിവിൻ പോളിക്കും നീതി കിട്ടാത്ത നാട്ടിൽ നമ്മളെ പോലെയുള്ളവർക്ക് നീതി കിട്ടുമോ എന്നും രാഹുൽ ചോദിച്ചു. അതേസമയം ബലാത്സംഗ നിർബന്ധിത ഗർഭചിത്ര കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ അറസ്റ്റ് തടഞ്ഞുള്ള ഇടക്കാല ഉത്തരവ് തുടരുകയാണ്. 1ാമത്തെ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് വ്യാഴാഴ്ചത്തേക്ക് മാറ്റിയ സാഹചര്യത്തിലാണ് അറസ്റ്റിനുള്ള വിലക്കും നീട്ടിയത്. ജസ്റ്റിസ് കെ ബാബുവിന്റെ ബെഞ്ചാണ് വ്യാഴാഴ്ച ജാമ്യാപേക്ഷയിൽ വിശദമായ വാദം കേൾക്കുക. സർക്കാർ ഹർജിയിൽ മറുപടി നൽകാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയോട് കൂടുതൽ സമയം തേടുകയായിരുന്നു. ഇത് പരിഗണിച്ചാണ് ഹർജിയിലെ വാദം കേൾക്കുവാൻ ഹൈക്കോടതി നീട്ടിയത്. 2ാമത്തെ ബലാത്സംഗ കേസിൽ രാഹുലിന്റെ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്ന സർക്കാരിന്റെ അപ്പീൽ ഹൈക്കോടതി ക്രിസ്മസ് അവധിക്ക് ശേഷം പരിഗണിക്കാനായി മാറ്റുകയായിരുന്നു. അപ്പീലിന്മേൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതി നോട്ടീസ് അയക്കുകയും ചെയ്തു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പത്തനംതിട്ട അടൂരിലെ വീട്ടിൽ തുടരുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ നെല്ലിമുകളിലെ വീട് പോലീസ് നിരീക്ഷണത്തിലാണ്. കഴിഞ്ഞ ദിവസം മുൻകൂർ ജാമ്യം റദ്ദാക്കുകയാണെങ്കിൽ അറസ്റ്റ് ചെയ്യുവാനായിരുന്നു പോലീസിന്റെ പദ്ധതി. പത്തനംതിട്ടയിലെ വീടിന് പുറത്ത് മഫ്തിയിൽ പോലീസ് സംഘം നിലയുറപ്പിച്ചിട്ടുണ്ട്. രാഹുലിന്റെ വീടിന് പോലീസ് സംരക്ഷണവുമുണ്ട്. ഇതിനിടെ സ്കൂട്ടറിൽ വീടിന് പുറത്തിറങ്ങിയതോടെ പോലീസ് മഫ്തിയിൽ MLA പിന്തുടരുന്ന കാഴ്ചയായിരുന്നു. രാഹുൽ അടൂരിലെ ഒരു ക്ഷേത്രത്തിൽ സന്ദർശനത്തിന് പോയിരുന്നുവെന്ന് പിന്നീട് വ്യക്തമായി. ഹെൽമറ്റ് ഇല്ലാതെയായിരുന്നു ഇത്തരത്തിൽ MLA-യുടെ സ്കൂട്ടർ യാത്ര. എന്നാൽ കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ തന്നെ MLA തിരിച്ച് വീട്ടിലേക്ക് എത്തുന്ന കാഴ്ചയായിരുന്നു.